ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും അത്യാവശ്യമൊക്കെ സുഖം തന്നെയാണ്. നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ജീവിതം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു വിശേഷങ്ങളാണ് ഇന്ന്. നല്ലൊരു വിശേഷങ്ങൾ ഒരു വിശേഷമാണ് ഇന്ന് ശ്രീവിയുടെ പിറന്നാളാണ്. മാർച്ച് 5-ാം തീയതി. മാർച്ച് 5 എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ശ്രീവിൻ്റെ ബർത്ത്ഡേ ഓർമ്മ വരും. പിന്നെ അതിൻ്റെ ശ്രീവിയുടെ 1-ാം പിറന്നാളായിരുന്ന രാത്രിയാണ് നമ്മുടെ കലാഭമണി ചേട്ടൻ്റെ മരണവും സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതെന്താ ദുഃഖകരമായ വാർത്തയും ഇതിൻ്റെ അപ്പുറം തന്നെയാണ് അപ്പോൾ നമ്മൾ ഓർമ്മിക്കാറുണ്ട്. ശ്രീവിൻ്റെ പിറന്നാളല്ലേ മാർച്ച് 5 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും, കലാഭമണി മരിച്ചിട്ട് ഇത്ര വർഷമായല്ലേ നമ്മൾ ഓർമ്മിക്കും. അപ്പോൾ അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കേക്കും വാങ്ങി. കേക്ക് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ലിസി ചേച്ചിയാണ് കേക്ക് ആക്കി തന്നത്. നട്ടി ബബിൾ എന്നാണ് കേക്കായിരുന്നു. കേക്കൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ 1-2 പ്രാവശ്യമായിട്ട് ലിസി ചേച്ചിയുടെ അടുത്താണ് ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഉച്ച 11:30 ആ ഒരു 11:45 സമയത്താണ് ഞാൻ ക്ലാസ്സിലെത്തിയത്. ക്ലാസ് ടീച്ചർ വന്നു, കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുട്ടികളൊക്കെ വിഷ് ചെയ്യുന്നെല്ലാം ഉണ്ടായിരുന്നു. ടീച്ചർ വിഷ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഓഡിയോ ഒക്കെ ഞാൻ കട്ട് ചെയ്തു. അത് ഇതിൻ്റെ കൂടെ ഓഡിയോ വരുമ്പോൾ ആ ഒരു ശരിയാവുന്നില്ല. അങ്ങനെ ടീച്ചറൊക്കെ ആദ്യമായിട്ട് കേക്ക് വായിൽ വെച്ച് കൊടുത്തു. അതിന് ശേഷമാണ് എൻ്റെ ശരിക്കും ആകെ നാണവും ചമ്മലും കൊണ്ടോളം മുഖം കണ്ടാലറിയാമൊക്കെ ചമ്മലാണ്. അങ്ങനെ ഞാനും കേക്ക് വായിൽ വെച്ചെടുത്ത്. കുട്ടികളൊക്കെ ഇവിടെ കൂട്ടുകാരൊക്കെ എന്തൊക്കെയല്ലോ അവിടെ നിന്ന് ഇങ്ങനെ പോയി പഠിക്കുന്നുണ്ട്, വേറെ കാര്യം. അതിന് ശേഷമാണ് ടീച്ചർ പിന്നെ ഈ ബാക്കിയുള്ള കേക്ക് ഓരോരുത്തരോടും മുറിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരോടുമായിട്ട് വരാൻ പറഞ്ഞ് വരിയായിട്ട് കുട്ടികളൊക്കെ വന്ന് കേക്ക് വാങ്ങിച്ചു. കുട്ടികളെയൊക്കെ കളി കാണുമ്പോൾ പണ്ടൊക്കെ നമ്മൾ കളിച്ച കളി ഇപ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോൾ അതെല്ലാം ഓർമ്മ വരുമ്പോൾ എന്തോ ഒരു നാണക്കേട് പോലെയൊക്കെ തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ ഞാനങ്ങനെ 1K അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ടാറ്റാ.